നമസ്കാരം. +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ 4ാമത്തെ ക്ലാസ് ആണെന്ന്. 3ാമത്തെ ക്ലാസ്സിൽ എറേഴ്സ്, പ്രിസിഷൻ, ആക്യുറസി, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആക്യുറസിയെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇന്നത്തെ ശ്രമം. അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആക്യുറസി എന്താണെന്ന് നമുക്കറിയാം. എടുക്കുന്ന ഒരു മെഷർമെന്റ്, ഉദാഹരണത്തിന് നീളമോ, ഒരു വസ്തുവിന്റെ നീളമോ, അല്ലെങ്കിൽ ഒരു കുട്ടി ഓടാനെടുക്കുന്ന സമയമോ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് യഥാർത്ഥ വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണെന്ന് പറയുന്നതാണ് ആ മെഷർമെന്റിന്റെ ആക്യുറസി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആക്യുറസി മനസ്സിലാക്കാൻ മറ്റൊരു ടേമും കൂടി പ്രയോജനപ്പെടുത്താം. അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. The significant figures in a measured physical quantity indicates the number of digits in which we have confidence in respect of their accuracy. ഈ ഡെഫിനിഷൻ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പം. ഒരു കുട്ടി ഓടാനെടുക്കുന്ന സമയം എത്രയാണെന്ന് നമ്മൾ ഈ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിട്ടുണ്ട്. 9.87 സെക്കൻഡ്സ് ആണ് ആ കുട്ടി ഓടാനെടുത്ത സമയം. 9.87 സെക്കൻഡ് സിംഗുലർ ആയിട്ടാണ് പറയുക മെഷർമെന്റ്. സോ സമയം 9.87 സെക്കൻഡ്. ഈ 9.87 സെക്കൻഡ് എന്നതിൽ 9 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്. നമ്മൾ പറയും ആദ്യത്തെ 2 ഡിജിറ്റുകളായ 9ഉം 8ഉം റിലയബിൾ ആണ്. അവസാനത്തെ ഡിജിറ്റ് 7 എന്നുള്ളത് അൺസർട്ടൺ ആണ്. ഓക്കെ, സോ അപ്പോൾ ഒരു മെഷർമെന്റ് എടുക്കുന്നതിലെ അൺസർട്ടനിറ്റിയെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഓക്കെ, ഒരു മെഷർമെന്റിലെ ഏതെല്ലാം ഡിജിറ്റുകൾ സിഗ്നിഫിക്കൻ്റ് ആണ്, ഏതാണ് സിഗ്നിഫിക്കൻ്റ് അല്ലാത്തത്, ഈ കാര്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ റൂൾസിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ നോക്കിക്കോളൂ. ഇൻ ദ നമ്പർ 9.87 ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആർ 3. 9ഉം 8ഉം 7ഉം 3ഉം സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ്. അതില് 9, 8 ആ വാല്യൂവിനെ സംബന്ധിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. 9.8 സെക്കൻഡ് എന്നുള്ളതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷേ അവസാനത്തെ ആ ഒരു 7 ഉണ്ടല്ലോ, 9.87 7, മൂന്നാമത്തെ ഡിജിറ്റ് എന്നുള്ളത് കുറച്ച് അൺസർട്ടൺ ആണ്. അത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ അനുസരിച്ചോ നമ്മൾ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിനനുസരിച്ചോ ഒക്കെ വ്യത്യാസപ്പെടാവുന്ന ഒരു വാല്യൂ ആണ്. ട്രൂ വാല്യൂ ആയിരിക്കണമെന്നില്ല. നമ്മൾ എടുക്കുന്ന മെഷർമെന്റിലെ ആ ലാസ്റ്റ് ഡിജിറ്റ് എന്നുള്ളത് അതിൽ അല്പം അൺസർട്ടനിറ്റി ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ കൂടുതലായി നമുക്ക് റൂൾസ് ടു ഡിറ്റർമിൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിന്നും മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ ഡിജിറ്റുകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളതാണ് ആദ്യത്തെ റൂൾ. ഇനി ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് എന്നുള്ളതിനെ ഒന്നും അത് കണക്കാക്കുന്നില്ല. ഉദാഹരണത്തിന് 302.005 എന്നുള്ളതിൽ 3 പൂജ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുക 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ്. 3നും 2നും ഇടയിലുള്ള പൂജ്യവും 0.00.005 എന്ന് പറയുന്ന ആ 2 പൂജ്യങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഒരു ഡിജിറ്റ് എടുക്കുമ്പോൾ നോൺ സീറോ ഡിജിറ്റിനിടയിൽ വരുന്ന പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. ഓക്കെ,
മൂന്നാമത്തെ റൂൾ എന്നുള്ളത് ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, the zeros on the right of the decimal point but to the left of the first non-zero digit are not significant. Okay, ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദശാംശം 0.02308, ദശാംശം 0.02308. അതില് ഇടതുവശത്ത് വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. വലതുവശത്ത് 2308, അപ്പോൾ ആ 3ക്കും 8നും ഇടയിൽ വരുന്ന പൂജ്യം സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, ഒന്നിനേക്കാളും കുറവായിട്ടുള്ള വാല്യൂ ആണ് ദശാംശം 0.02308 എന്ന് പറഞ്ഞാൽ. അതില് ഇടതുവശത്ത് വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല, പക്ഷെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ടുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. ദശാംശം 0.082, അതില് 8ഉം 2ഉമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ടുള്ളത്. സോ വി സേ ഹിയർ വി ഹാവ് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി ഒരു നാലാമത്തെ റൂൾ എന്നുള്ളത് ഇന്റഗ്രൽ പാർട്ടും ഡെസിമൽ പാർട്ടും ഉണ്ടെങ്കിൽ ആ നമ്പറിലെ ഇന്റഗ്രൽ പാർട്ടും സിഗ്നിഫിക്കന്റ് ആയിരിക്കും, ഡെസിമൽ പാർട്ടും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇപ്പോ 70.60 എന്ന് പറയുന്നതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. 51.00 എന്ന് പറയുന്നതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. 5.100 എന്ന് പറയുന്നതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഇനി 5.1000 എന്ന് പറയുന്നതിൽ 5 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതാണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിന്റെ റൂള്. ഇനി അടുത്ത റൂള് പറയുന്നത് ഇഫ് ദി ഗിവൺ നമ്പർ ഡസ് നോട്ട് കണ്ടെയ്ൻ എ ഡെസിമൽ പാർട്ട് ദ ഫൈനൽ സീറോസ് ആർ ആംബിഗ്വസ് ആൻഡ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഡെസിമൽ പാർട്ടില്ലാത്ത വെറുതെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ അതില് വലതുവശത്ത് കാണുന്ന പൂജ്യങ്ങളൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. 63,200 എന്നൊരു നമ്പർ പറയുകയാണെങ്കിൽ 632 ഈ 3 ഡിജിറ്റുകൾ മാത്രമായിരിക്കും സിഗ്നിഫിക്കന്റ് ആയിട്ടുണ്ടാവുക. ഈ നമ്പറിന്റെ വലതുവശത്തുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ, പക്ഷേ ഈ നമ്പർ തന്നെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു നമ്പർ പാർട്ടും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് പാർട്ടും ഉണ്ടായിരിക്കും. 2010 മീറ്റർ എന്ന് പറയുന്നതിൽ 2010 എന്നുള്ളൊരു നമ്പറും ഉണ്ട്, മീറ്റർ എന്നുള്ളൊരു യൂണിറ്റും ഉണ്ട്. അവിടെ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. 5100 മീറ്റർ എന്ന് പറയുന്നതിൽ അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് ആണ് അല്ലെ. അങ്ങനെ പറയുമ്പോൾ അതൊരു നീളത്തിന്റെ മെഷർമെന്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ ആ വലതുവശത്തെ പൂജ്യങ്ങളും എടുക്കേണ്ടതായി വരും. അപ്പോ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങളാണ്. അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് എങ്ങനെയാവും എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2 ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഉദാഹരണം 10.43 2.8612 ഈ 2 ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 10.43 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്. 2.8612 എന്നുള്ളതിൽ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഉത്തരത്തിൽ നമുക്ക് കിട്ടുന്നത് 29.842316 എന്നാണെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യണം. ചോദ്യത്തിലെ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നത് ആദ്യത്തെ നമ്പറിനായിരുന്നു 10.43, അതായത് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ ഉത്തരം 29.84 ആയിരിക്കും. ഓക്കെ,
ചോദ്യത്തിലെ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നതായിരിക്കും ഉത്തരത്തിലെ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ of two or more numbers can have no more significant figures that are present in the number having the least significant figures. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതിലാണോ വരുന്നത് അതായിരിക്കണം മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും വരുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇനി ഡിവിഷനിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 16,000 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. 16,000-നെ 4.58 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 16,000-ൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ, 1ഉം 6ഉം. വലതുവശത്തുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല എന്നുള്ള റോൾ ഓർത്തിരിക്കുക. 4.58-ല് ഏതാണ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഉത്തരത്തിൽ എത്രമാത്രം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ പാടുള്ളൂ? നമ്മുടെ നിയമപ്രകാരം 2 പാടുള്ളൂ. A/B 16,000 ഡിവൈഡഡ് ബൈ 4.58 എടുക്കുമ്പോൾ ഉത്തരത്തില് 10 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 10 ഡിജിറ്റുകൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. 3, 4, 9, 3.449782 10 സിഗ്നിഫിക്കന്റ് 10 ഡിജിറ്റുകൾ ഉണ്ട്. പക്ഷേ ഉത്തരത്തിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. 16,000-ലെ ആ 1, 6-ന് തത്തുല്യമായ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. അപ്പോ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് 34949782 എന്നുള്ളത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 3500 എന്നായിട്ട് മാറും. 3493-ന് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് വേണ്ടി റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 3500 ആകും. വലതുവശത്തുള്ള 2 പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. ഇതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള്. ഒന്നുകൂടി നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏറ്റവും കുറവുള്ള ഡിജിറ്റിന് കണക്കാക്കിയായിരിക്കണം ഉത്തരത്തിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് എന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളില് 3 സംഖ്യകൾ ആഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 204.9, 2.10, 0.319. ഓക്കെ, ഇത് 3ഉം കൂടി കൂട്ടിക്കഴിയുമ്പോൾ 207.319 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് റൂൾ എന്താന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് കണ്ടെയ്ൻ ആസ് മെനി ഡെസിമൽ പ്ലേസസ് ആസ് ദർ ആർ ഇൻ ദി നമ്പർ വിത്ത് ദ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ്. നമ്മുടെ ചോദ്യത്തിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസിന്റെ എത്രയാണോ അത്രയും ആയിരിക്കണം ഉത്തരത്തിലെയും ഡെസിമൽ പ്ലേസസ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ 204.9 എന്നുള്ളതില് 1 ദശാംശ സ്ഥാനമാണ് ഉള്ളത്, 0.9 എന്ന് പറയുന്നത്. 2.10 എന്ന് പറയുന്നതില് 2 ഡെസിമൽസ് ആണുള്ളത്, 1ഉം 0ഉം. 0.319 എന്ന് പറയുമ്പോൾ അതില് 3 ദശാംശ സ്ഥാനമാണുള്ളത്, 3ഉം 1ഉം 9ഉം. പക്ഷെ ഉത്തരത്തിൽ എത്ര മാത്രമേ പാടുള്ളൂ? ചോദ്യത്തിലെ ഏറ്റവും കുറച്ച് ദശാംശങ്ങൾ വന്ന 204.9 അതിന് തുല്യമായ ദശാംശ സ്ഥാനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? 207.319 നമുക്ക് 1 ദശാംശത്തിന് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് കറക്റ്റ് ആക്കി എഴുതേണ്ടത്. അപ്പോ 207.3 മാത്രം മതി. അതിന് റൂള് ദ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഷുഡ് കം ഇൻ ദ ഫസ്റ്റ് ഡെസിമൽ പ്ലേസ്. നമ്മുടെ ചോദ്യത്തില് ഫസ്റ്റ് ഡെസിമൽ പ്ലേസിന് ആണ് എഴുതേണ്ടത്. അതുപോലെ ആയിരിക്കണം ഉത്തരവും വരേണ്ടത്. ഓക്കെ, ഇനി ഇതാണ് അഡീഷനെ സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള്. ഇനി സബ്ട്രാക്ഷനെ സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള് എന്താണെന്ന് പറയാം. 10.43 എന്ന സംഖ്യയിൽ നിന്നും 2.8612 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഉത്തരത്തിൽ
7.57 എന്നാണ് പറഞ്ഞത്. ഉത്തരം ഫൈനൽ ഉത്തരം എഴുതുമ്പോൾ കിട്ടുക. മറ്റ് ഡെസിമലുകളൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യത്തില് 2 ഡെസിമൽ പ്ലേസസിനാണ് കിടക്കുന്നത്. അതിലാണ് ഏറ്റവും കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത്. രണ്ടാമത്തതില് നമുക്ക് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായത്. 2.8612 എന്ന് പറയുമ്പോൾ അതില് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, 4 ഡെസിമൽസും ഉണ്ട്. പക്ഷെ ചോദ്യത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽസ് വന്നത് 10.43 എന്നുള്ളതിൽ 2 ഡെസിമൽസ് ആണ്. അതുകൊണ്ട് ഉത്തരത്തിലും 2 ഡെസിമൽ പ്ലേസസ് മതി. ഓക്കെ, 7.57. നമ്മള് സബ്ട്രാക്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്തു. സബ്ട്രാക്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്തപ്പോ ചോദ്യത്തിലെ ഏറ്റവും കുറവ് ഡെസിമൽസ് ഉള്ള ഏത് ഡിജിറ്റ് ആണോ അതിന് കണക്കാക്കിയായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. 207.319 എന്നാണ് ഉത്തരം നമുക്ക് കൂട്ടിയപ്പോൾ കിട്ടിയതെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽ ഉണ്ടായിരുന്ന 204.9 എന്നുള്ളതിന് ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, 0.9 എന്നുള്ളത്. അതിന് കണക്കാക്കി വേണം ഉത്തരം എഴുതാൻ. അതുകൊണ്ടാണ് 207.3 എന്ന് കിട്ടിയത്. അപ്പോൾ റൂൾ ഇതാണ് അഡീഷനും സബ്ട്രാക്ഷനും സംബന്ധിച്ചത്. In addition or subtraction, the final result should retain as many decimal places as there are in the number with the least decimal places. ഇപ്പൊ ഏറ്റവും കുറച്ച് ഡെസിമൽ പ്ലേസസ് ഉള്ളതിന് കണക്കാക്കിയായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഉള്ളതിൽ ഒരുപാട് ഡെസിമൽ പ്ലേസസ് ഉണ്ടാവാം, ഒരുപാട് ദശാംശങ്ങൾ ഉണ്ടാവാം. പക്ഷേ ചോദ്യത്തില് ഏറ്റവും കുറച്ച് ദശാംശ സ്ഥാനമുള്ള സംഖ്യ ഏതാണോ അതിനെ കണക്കാക്കി വേണം ഉത്തരം എഴുതുവാൻ. ഇതാണ് അഡീഷനെയും സബ്ട്രാക്ഷനെയും സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള്. ഓക്കെ, ഇക്കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതും നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിന് മാത്രമായിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അത് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നൽകുന്നതാവും. നെക്സ്റ്റ് ലെറ്റ് us see rounding of the uncertain digits. റൂൾസ് വെച്ചിട്ട് പരിശോധിക്കാം. First rule, if the number to be rounded off is greater than 5, the number prior to it is increased by 1. എക്സാമ്പിൾസ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 1.49 എന്ന നമ്പറിനെ റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ഡിജിറ്റിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ 9 എന്നുള്ള നമ്പറാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അത് 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 9 തൊട്ട് മുമ്പിലുള്ള നമ്പറിനോട് കൂടി 1 കൂട്ടണം. അതുകൊണ്ട് ഒരു ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1.49 എന്നുള്ളത് 1.5 ആകും. ഓക്കെ, ഹിയർ 9 is greater than 5, so 4 is increased by 1. അടുത്ത എക്സാമ്പിൾ നോക്കാം. 1.47. ഇവിടെയും സെയിം റൂൾ തന്നെയാണ്. 7 എന്നുള്ള നമ്പർ 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 4നോട് കൂടി 1 കൂട്ടി, അപ്പോ റൗണ്ട് ഓഫ് ചെയ്ത് ഒരു ഡിജിറ്റിനാക്കുമ്പോൾ 1.5 എന്ന് കിട്ടും. 2.745. 6 എന്നുള്ള നമ്പർ 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 2 ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഉത്തരം കിട്ടുക 2.75 എന്നായിരിക്കും. സെക്കൻഡ് റൂൾ, ഇഫ് ദ നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഈസ് ലെസ് ദാൻ 5, ദ നമ്പർ പ്രയർ ടു it is remains the same by dropping the insignificant number. Okay, 1.42 എന്നുള്ള നമ്പറാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അത് ഒരു ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോഴേക്കും 2 എന്നുള്ള ഡിജിറ്റ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്, 5നേക്കാൾ കുറവാണ്, അത് വിട്ടുകളയാം. സോ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോൾ 1.4 എന്ന് മാത്രമായിരിക്കും കിട്ടുക. 2.743. ഇവിടെയും സെയിം റൂള് തന്നെയാണ്. 2 ഡിജിറ്റ്സിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 2.74 എന്നേ വരികയുള്ളൂ. മൂന്നാമത്തെ ഡിജിറ്റ്
5-നേക്കാൾ കുറവായതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. സോ 2.74. അടുത്തതിനും സെയിം റൂൾ തന്നെ. 6.541 2 ഡിജിറ്റ്സിന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോൾ 6.54 വരികയുള്ളൂ. 1 എന്നുള്ളത് 5-നേക്കാൾ കുറവായതുകൊണ്ട് അത് നമുക്ക് വിട്ടുകളയാം. സോ 6.54. ഓക്കെ. മൂന്നാമത്തെ റൂള്, if the number to be rounded off happens to be 5, the number prior to it is increased by 1 if it is odd and remains the same if it is even. In both cases, the insignificant digit is dropped. Okay. ഇനി റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ് 5 ആണെങ്കിൽ എന്ത് ചെയ്യും? 1.25ഉം 1.35ഉം എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിജിറ്റിനാണ്, സിംഗിൾ ഡിജിറ്റിനാണ്, ഒരു ദശാംശ സ്ഥാനത്തിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോ 1.25ല് 5 ആണെങ്കിൽ തൊട്ട് മുന്നിലുള്ള നമ്പർ ഈവൻ നമ്പർ ആണ്. 2 എന്നുള്ളത് ഈവൻ നമ്പർ ആണ്. അങ്ങനെ ആവുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1.2 എന്നായിരിക്കും സിംഗിൾ ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്താൽ കിട്ടുക. 1.35 റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും 1.4 എന്നായിട്ട് മാറും. എന്തുകൊണ്ടാ? റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ് 3 ആണ്. അത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ അതിന്റെ കൂടെ 1 കൂട്ടി എഴുതണം. ഓക്കെ. ഇഫ് ദ നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഹാപ്പൻസ് ടു ബി 5 എന്ന നമ്പർ ആണ് ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ളത്. തൊട്ട് മുമ്പത്തെ നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂടി കൂട്ടണം എന്നുള്ളതാണ് റൂള്. ഓക്കെ. ഈ റൗണ്ടിങ് ഓഫ് ടിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് ഡെയിലി ലൈഫിലും ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ പ്രോബ്ലംസും അതുപോലെ നമ്മുടെ എറേഴ്സ്, പെർസെന്റേജ് എറർ, റിലേറ്റീവ് എറർ, ആബ്സല്യൂട്ട് എറർ, അതിന്റെയൊക്കെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസിന് മാത്രമായിട്ട് ഒരു ക്ലാസ് ചാപ്റ്ററിന്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.